ഹായ് എവ്രി വൺ. വെറും 2 ചേരുവകൾ കൊണ്ട് ഒരു അടിപൊളി ജാം ഉണ്ടാക്കിയാലോ? ഈ വർഷം നല്ല വെയിലായിരുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ എല്ലാം നല്ല ചൂടുണ്ടായിരുന്നത് കൊണ്ട് നമ്മുടെ ഗാർഡനിൽ നിറച്ചും ബെറീസ് ഉണ്ടായി. സ്ട്രോബെറീസ്, ഗൂസ്ബെറി, ബ്ലാക്ക്ബെറി, റാസ്ബെറി, അതേപോലെ തന്നെ ബ്ലാക്ക് കറൻസും ഉണ്ടായി. ബ്ലാക്ക് കറൻറ്റ് ആദ്യമായിട്ടാണ് നമ്മുടെ ഗാർഡനിലുണ്ടാവുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് കറൻറ്റ് 2-3 നമ്മൾ കഴിച്ചായിരുന്നു. അപ്പോൾ എന്ത് ഈ ബ്ലാക്ക് കറൻറ്റ് വെച്ച് ചെയ്യാം എന്ന് നോക്കിയപ്പോഴാണ് ബ്ലാക്ക് കറൻറ്റ് വെച്ച് ഒരു വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി കണ്ടത്. റെസിപ്പി എന്ന് പറഞ്ഞാൽ 2 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ: ബ്ലാക്ക് കറൻറ്റും അതേപോലെ തന്നെ പഞ്ചസാരയും. അപ്പോൾ ഈ ബ്ലാക്ക് കറൻറ്റ് നമ്മുടെ ഗാർഡനിൽ നിന്ന് എത്രയാണ് കിട്ടണേന്നുള്ള ഒരു കറക്റ്റ് അളവ് നമുക്ക് എപ്പോഴും പറയാൻ പറ്റാത്തത് കൊണ്ട് എത്രയാണോ നമ്മൾക്ക് ബ്ലാക്ക് കറൻറ്റ് കിട്ടുന്നത് അതിൻ്റെ തുല്യ അളവിലുള്ള പഞ്ചസാര. അപ്പോൾ എൻ്റെ ഗാർഡനിൽ നിന്ന് എനിക്ക് കിട്ടിയതൊരു 500 ഗ്രാം ബ്ലാക്ക് കറൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ തുല്യ അളവിൽ 500 ഗ്രാം പഞ്ചസാരയും എടുത്ത് രണ്ടും കൂടി ചേർത്തുണ്ടാക്കിയ ഒരു ജാമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു നല്ല അടിക്കട്ടിയുള്ള ഒരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ച് നമ്മൾ ബ്ലാക്ക് കറൻറ്റ് ഇട്ടു. ഒരു 1-2 മിനിറ്റ് ഇളക്കി കഴിഞ്ഞപ്പോൾ തന്നെ ആ ഫ്രൂട്ടെല്ലാം നന്നായിട്ട് അലിയാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ മുമ്പെടുത്ത് വെച്ച തുല്യ അളവിലെടുത്ത് വെച്ച പഞ്ചസാര ചേർത്തിളക്കുക. ഇത് രണ്ടും ചേർന്ന് നന്നായിട്ട് ഒന്ന് അലിഞ്ഞ് ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് രണ്ടും നന്നായിട്ട് അലിഞ്ഞ് നല്ല ബബിൾസ് എല്ലാം വരാൻ തുടങ്ങും. ഈ ബ്ലാക്ക് കറൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറ്റ് ജാമുകൾ ഉണ്ടാക്കാൻ നേരത്തെ നമ്മൾ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാറുണ്ട്. ഈ ബ്ലാക്ക് കറൻറ്റിൽ ഒരു പെക്റ്റിൻ എന്ന് പറയുന്ന ഒരു പെക്റ്റിൻ ഉള്ളത് കൊണ്ട് നമ്മൾക്ക് വേറെ ഒരു പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. കാരണം ഈ പെക്റ്റിൻ ഈ ജാമിനെ സെറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് കറൻറ്റ് ഇത് ഒരു 3-4 മിനിറ്റ്സ് എനിക്ക് ഒരു 6 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇതെല്ലാം ഒന്ന് ഒരുവിധം നന്നായിട്ട് തന്നെ ആയി. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു സ്പൂൺ എടുത്തൊന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ ഒരു പാത്രത്തിലോട്ട് ഇടാൻ നേരത്ത് ഒഴുകുന്ന പരുവാണെങ്കിൽ ആയിട്ടില്ല. ഒഴുകുന്നതും ഒരു ഇത്തിരി ലൂസായിട്ട്, അധികം കട്ടിയാവരുത്, കാരണം തണുക്കുമ്പോൾ ഇത് വീണ്ടും കട്ടിയാവും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഇടയ്ക്ക് ഇത്തിരി ലൂസായിട്ടിരിക്കുന്ന പരുവത്തിൽ നിർത്തുക. അത് കഴിഞ്ഞ് തണുത്ത് നമ്മൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ബ്ലാക്ക്ബെറി ജാം, 2 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിക്കുന്ന ബ്ലാക്ക്ബെറി ജാം. താങ്ക് യു.